പഴയ നിയമത്തിലെ പ്രളയവർണ്ണനയും ഉത്തങ്കൻ്റെ കഥയിലെ മഹാഭാരത പ്രസിദ്ധമായ പ്രളയവർണ്ണനയും തമ്മിൽ വലിയ സാദൃശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇത് വർണ്ണിച്ചിട്ടുള്ള രണ്ട് കവികളും ബൈബിളിലെ കവിയും ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ കവിയും വ്യാസനും ഇത് ഏതോ ഒരു പ്രഭവത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ ഇതിന് ബാഹ്യമായ സാദൃശ്യങ്ങളുണ്ട് ഈ രണ്ട് പ്രളയ വർണ്ണനകൾക്കും. ഒന്ന് തോണി, പിന്നൊന്ന് ജീവികളുടെ ബീജങ്ങളെയും യുഗ്മങ്ങളെയും എടുത്ത് സൂക്ഷിക്കാനുള്ള പറച്ചൽ. പ്രളയത്തിൻ്റെ അവസാനത്തിൽ വീണ്ടും ഈ ജീവജാലങ്ങൾ ഭൂമിയിൽ വളർന്ന് വികസിച്ച് വരുന്നത്, വീണ്ടും ജീവൻ്റെ പൊടിപ്പുകൾ ഉണ്ടാകുന്നത്, ഭൂമിയിൽ ജീവിതം നൃത്തമാടുന്നത്, മനുഷ്യരുടെ മാത്രമല്ല സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ജീവിതം ഭൂമിയിൽ നൃത്തമാടുന്നത്. പക്ഷേ ഈ സാദൃശ്യങ്ങളൊക്കെ അന്യോന്യം ഇതിൻ്റെ ഏതെങ്കിലും ഒരു പൂർവ്വ സംഭവം ഈ രണ്ട് കവികളും അറിഞ്ഞിരുന്നു എന്നതിന് തെളിവാവുകയില്ല. ഏത് ഭാവനാശാലിക്കും സാധാരണ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പോലും ജീവികളെയും തൻ്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെയും സംരക്ഷിക്കുക എന്നത് ഏത് വ്യക്തിക്കും തോന്നാവുന്നൊരു സംഗതിയാണ്. ഇപ്പം തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന പ്രസിദ്ധമായ കഥ, തകഴി അംഗീകാരം നേടുന്നത് തന്നെ ആ കഥയിലൂടെയാണ്. ആ കഥയിൽ പട്ടിയെ സംരക്ഷിക്കാൻ പട്ടിയെ വളർത്തുന്നയാൾ കാണിക്കുന്ന ദുഃഖകരമായ ശ്രമങ്ങളാണ് അതിനകത്തെ നമ്മെ ആകർഷിക്കുന്ന മുഖ്യമായ ഒരു വശം. അത് സർവ്വസാധാരണമാണ്. അതിന് പ്രത്യേകിച്ചൊരു ക്രിയേറ്റീവ് ജീനിയസിൻ്റെ ഒരു സർഗാത്മക പ്രതിഭയുടെ ആവശ്യമില്ല ഒരു പ്രളയത്തെ സൂചിപ്പിക്കുന്നതിന്. പക്ഷേ പ്രളയ വർണ്ണനയിലെ സൂക്ഷ്മാംശങ്ങൾ എടുത്ത് വർണ്ണിക്കുന്നതിന് സർഗാത്മക പ്രതിഭ തന്നെ വേണം. ഇവിടെ തോണി ഉണ്ടാക്കുന്നതും തോണി കൊണ്ടുപോയി കെട്ടുന്നതും. പഴയ നിയമത്തിൽ ഒലിവിൻ്റെ ചെറിയ കമ്പുകളും കടിച്ചുകൊണ്ട് കാക്ക പറന്നു വരുന്നതാണ്, പക്ഷികൾ പറന്നു വരുന്നതാണ്. ആദ്യം കാക്ക പറന്നു വരുന്നു, പിന്നെ പക്ഷികൾ പറന്നു വരുന്നു. അതാണ് പ്രതീക്ഷയുടെ ഒരു നാമ്പ്. ഇവിടെ അങ്ങനെയല്ല. വെള്ളം ഇറങ്ങിപ്പോവുകയാണ്. വെള്ളം ഇറങ്ങിപ്പോയിട്ട് മനു ഈ ബീജങ്ങളെല്ലാം എടുത്ത് ഭൂമിയിൽ വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെ മഹാഭാരതത്തിലെ കഥയുടെ അന്ത്യം. പക്ഷെ ശ്രദ്ധേയമായ സംഗതികൾ ഇതൊന്നുമല്ല. ശ്രദ്ധേയമായ സംഗതി ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്ന രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടിലും എന്തുണ്ട്? ഒരു എസ്കറ്റോളജി, പ്രളയശാസ്ത്രം, ഒരു എസ്കറ്റോളജി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് എസ്കറ്റോളജിയും രണ്ട് തരത്തിലുള്ളതാണ്. രണ്ട് എസ്കറ്റോളജിയുടെയും പ്രളയശാസ്ത്രത്തിൻ്റെയും വിനാശശാസ്ത്രത്തിൻ്റെയും സംസ്കാരം അന്യോന്യ വിരുദ്ധമായി, വിരുദ്ധ മുഖങ്ങളോടുകൂടി വിരുദ്ധ ദിശകളിലേക്ക് പ്രവഹിക്കുന്നവയാണ്. അവ തമ്മിൽ ഒരു സാമ്യവുമില്ല. താൻ തന്നെ സൃഷ്ടിച്ച, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ താൻ തന്നെ സൃഷ്ടിച്ച സൃഷ്ടങ്ങളോട്, ജീവികളോട് അവരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ജീവിതത്തിലും നീതികേട് ഉണ്ട് എന്ന് തോന്നിയിട്ട് അവരെ പകയോടുകൂടി, ശത്രുതയോടുകൂടി നശിപ്പിക്കാൻ ഒരുങ്ങുന്ന യഹോവയുടെ ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. പരമേശ്വരനായ യഹോവ. ഇവിടെ അതില്ല. ഇത് സ്വാഭാവികമായ പരിണതിയാണ്. മഹാവിഷ്ണുവിനോ ബ്രഹ്മാവിനോ ശിവനോ കോപമുണ്ടായിട്ട് ആ കോപത്തിൻ്റെ തീകത്തിപ്പടരലിൽ, കോപത്തിൻ്റെ അഗ്നിജ്വാലയിൽ ദഹിച്ചു പോവുകയല്ല. അല്ലെങ്കിൽ ആ കോപം കൊണ്ടുണ്ടായ പ്രളയമല്ല, വെള്ളപ്പൊക്കമല്ല. കോപം കൊണ്ട് മനഃപൂർവമായ ഉദ്ദേശത്തോടുകൂടി, ശത്രുതയോടുകൂടി, പ്രതികാരബുദ്ധിയോടുകൂടി ഭൂമിയെയും ഭൂവാസികളെയും നശിപ്പിക്കുകയല്ല മഹാഭാരതത്തിൽ ചെയ്യുന്നത്.
ഇത് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന, ഓരോ യുഗത്തിൻ്റെയും അന്ത്യത്തിൽ സംഭവിക്കുന്ന ഒരു ചാക്രികമായ പ്രക്രിയയുടെ നിത്യമായ തുടരലാണ്. ഓരോരിക്കലും യുഗം അവസാനിക്കുമ്പോൾ ഈ പ്രളയം വന്നുകൊണ്ടിരിക്കും. പ്രളയത്തിൽ നിന്ന് വീണ്ടും ജീവജാലങ്ങളുണ്ടാവുകയും ഭൂമി സസ്യപുഷ്കലമാവുകയും ചെയ്യും. ഇതാരെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിന് ജനങ്ങളോട് ശത്രുത ഉണ്ടായിട്ടോ, അവരുടെ ജീവിത രീതിയിലെ അനീതി കണ്ടിട്ടോ, അവരുടെ ജീവിത രീതിയിലെ ദൈവനിഷേധം കണ്ടിട്ടോ, അനുസരണക്കേട് കൊണ്ടോ അവരെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു ദൈവം ചെയ്യുന്നതല്ല. ഇപ്പോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പക പ്രവർത്തിക്കുന്നുണ്ട്, പ്രതികാരം പ്രവർത്തിക്കുന്നുണ്ട്, ശത്രുത പ്രവർത്തിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി നശിപ്പിക്കാനുള്ള, അതും ഒരു സർഗകർത്താവ് വിനാശകാരിയായി മാറുന്നതിൻ്റെ ഒരു വിപര്യം കാണാം. അത് വരാൻ പാടില്ലാത്തതാണ്. ഈശ്വരൻ പരമകാരുണികനാണ് എന്ന് സങ്കല്പിച്ചിരിക്കെ ആ സങ്കല്പത്തെ നിഷേധിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൻ്റെ സീമയ്ക്ക് വെളിയിൽ ചെന്ന് പരമക്രൂരനായി മാറുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സങ്കല്പിക്കാം. വ്യക്തിക്ക് ഒരു ജനതയോടോ തൻ്റെ ആളുകളോടോ തൻ്റെ നാട്ടുകാരോടോ പക തോന്നാം, ശത്രുത തോന്നാം എന്നല്ലാതെ ഭൂമിയെയും ഭൂമിയിലെ ജീവജാലങ്ങളെയും ഒക്കെ കാരുണ്യപൂർവ്വം സൃഷ്ടിച്ച കരുണാമയനായ പരമകാരുണികനായ ഈശ്വരന് ആത്യന്തികമായ ശക്തിക്ക്, ആത്യന്തികമായ ഊർജത്തിന്, അന്തിമമായ ഊർജത്തിന് എപ്പോഴും ജനങ്ങളെ തെഴിപ്പിക്കുക മാത്രം ചെയ്യേണ്ടുന്ന പരിപാലന കർമ്മത്തിൻ്റെ നിത്യമായ ഉത്തരവാദിത്വം ഏറ്റിരിക്കുന്ന ഒരു അതീത വ്യക്തി സത്ത. പക്ഷെ പലപ്പോഴും ഭാരതീയ സങ്കല്പത്തിലും ഈ പ്രകൃതിക്ഷോഭം മനുഷ്യൻ്റെ അല്ലെ മനുഷ്യരാശിയുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ചിത്രീകരിക്കപ്പെടാറില്ലേ? അതൊക്കെ ദുർഭരണം ഉണ്ടാകുമ്പോൾ അതിവൃഷ്ടി, അനാവൃഷ്ടി ഒക്കെ സംഹാരകർത്താവായ ഒരു ഈശ്വരൻ സങ്കല്പം നമുക്കില്ലേ? ഇപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം പരമേശ്വരന്റെ, ശിവൻ എന്നുള്ള ഒരു സങ്കല്പം. അതെല്ലാം പ്രതീക കൽപ്പനകളാണ്. ഇത് പ്രതീക കൽപ്പനയല്ല, സംഭവിച്ച ഒരു സംഗതി അങ്ങനെ തന്നെ വർണ്ണിക്കുകയാണ്. യഹോവ ഒരു പ്രതീകമല്ല, ശിവൻ പ്രതീകമാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഇത് പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചിട്ട് പ്രപഞ്ചത്തിൽ നിത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ താളക്രമത്തിൽ കാലത്തിൻ്റെ സഹായത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ മൂന്നായി വർഗീകരിച്ചതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ആ മൂന്ന് പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് പ്രക്രിയകൾക്ക് മൂന്ന് രൂപങ്ങൾ നൽകിയതാണ്. അതുകൊണ്ടത് പ്രതീകമാണ്. അങ്ങനെയാണ് ആ ഈശ്വര സങ്കല്പം വരുന്നത്. പ്രപഞ്ചത്തിലെ സംഭവങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഗതിയെ, പ്രപഞ്ചത്തിൻ്റെ ഗതിയിലെ മൂന്ന് ഘട്ടങ്ങളെ, മൂന്ന് പടവുകളെ സിംബലൈസ് ചെയ്തതാണ്, പ്രതീകവൽക്കരിച്ചതാണ്. യഹോവ പ്രതീകമല്ല. ബൈബിളിലും പ്രതീകങ്ങൾ കൊണ്ടുള്ള വർണ്ണനകളുണ്ട്, ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുള്ള വർണ്ണനകളുണ്ട്, ബിംബങ്ങൾ കൊണ്ടുള്ള വർണ്ണനകളുണ്ട്. യഹോവ ഒരു ബിംബമോ പ്രതീകമോ അല്ല. മറ്റേ ഏതെങ്കിലും ഒരു വസ്തുവിനെ സൂചിപ്പിക്കുമ്പോഴാണ് ഒന്ന് പ്രതീകമാകുന്നത്. അതിന് സ്വയം സത്തയില്ല, അത് മറ്റൊന്നിനെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സൂര്യകാന്തി ജീവാത്മാവിനെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് സൂര്യകാന്തി എന്താവുന്നത്? പ്രതീകമാകുന്നത്. സൂര്യനും സൂര്യകാന്തിയും തമ്മിലുള്ള ബന്ധത്തിൽ സൂര്യനെ പരമാത്മാവായും സൂര്യകാന്തിയെ ജീവാത്മാവായും സങ്കല്പിക്കുമ്പോഴാണ്. അപ്പോൾ സൂര്യകാന്തി അവിടെ മറ്റൊന്നിനെ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സൂചക വസ്തുവല്ല. യഥാർത്ഥ വസ്തുവിനെ തന്നെ നേരിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് യഹോവയുടെ കാര്യത്തിൽ. അപ്പോൾ ഈശ്വരന് പക തോന്നി, ഈശ്വരൻ ഇത് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ്. മഹാഭാരതത്തിലെ സങ്കല്പത്തിൽ ഇത് ഈശ്വരൻ നശിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, ഇത് പ്രപഞ്ചത്തിൽ തനിയെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഗതിയിലെ സ്വാഭാവികമായ പരിണാമക്രമങ്ങൾക്ക് പ്രതീകങ്ങളെ കൽപ്പിച്ചപ്പോഴാണ് ബ്രഹ്മാവിഷ്ണു ശിവന്മാരുണ്ടായത്. വെറുതെ ഉണ്ടായതല്ലത്. അതിന് വേറെ സങ്കല്പമുണ്ട്, സത്വരജസ് തമസുകൾ. അപ്പോൾ സത്വരജസ് തമസുകൾ എന്ന് പറയുന്ന പ്രകൃതിയെ മുമ്പോട്ട് നയിക്കുന്ന ഗുണക്രിയകൾക്കും
മനുഷ്യൻ്റെ മാനസികമായ സത്വരജസ് തമസുകൾക്കും പ്രതീകങ്ങൾ കൽപ്പിച്ചപ്പോഴാണ് ബ്രഹ്മാവിഷ്ണു ശിവന്മാർ എന്ന മൂർത്തിത്രയ സങ്കല്പം സംജാതമായത്. അപ്പം അതിന് യുക്തിപൂർവമായ ഒരു സിംബലിക് സിസ്റ്റം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു, ഒരു പ്രത്യേക ഘടന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക ഘടന സമാന്തരമായി സങ്കല്പിച്ചതാണ് ബ്രഹ്മാവിഷ്ണു ശിവന്മാർ. പിന്നീട് അതിനെ സംബന്ധിച്ച് അനേകം കഥകളുണ്ടായി എന്നുള്ളത് വേറെ കാര്യമാണ്. എന്നാലും അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ മൗലികമായ പൊരുൾ ഈ പ്രതീക കൽപ്പനയെ അടിസ്ഥാനപ്പെടുത്തി ഭാവന ചെയ്തിട്ടുള്ളതാണ്. ഭൂമിയിൽ വീണ്ടും തളിർപ്പുകളും നാമ്പുകളും ഉണ്ടാവുകയും ജീവജാലങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ, ജീവികൾ ജനിക്കുകയും ചെയ്തപ്പോൾ സകല ഭൂചര ജന്തുക്കളെയും സകല ആകാശചാരികളെയും മറ്റു സകല വസ്തുസഞ്ചയങ്ങളെയും മനുഷ്യർക്ക് അവകാശമായി യഹോവ പ്രദാനം ചെയ്തു. ഇവ നിങ്ങൾക്ക് ഞാൻ അവകാശമായി തന്നിരിക്കുന്നു, നിങ്ങൾ നീതി ലംഘിക്കാതിരിക്കണം. ഇവയെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അനുഭവിക്കാനുള്ളതാകുന്നു. ഇവയെ അനുഭവിച്ച് നിങ്ങളുടെ ഭക്ഷണ വസ്തുക്കളായി ഇവയെ അനുഭവിച്ച് നിങ്ങൾ പെരുകി പെരുകി വളർന്ന് വികസിക്കുക എന്ന് പറഞ്ഞു. ഇതിൽ നാം സങ്കല്പിച്ചിട്ടില്ലാത്തൊരു വിപത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അതാണ് ഗ്ലോബലൈസേഷനും കൺസ്യൂമറിസവും. ഒരു ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ബീജാവാപമാണ് അവിടെ നടന്നത്. ജന്തുക്കളെയൊക്കെ അങ്ങനെ നമുക്ക് തോന്നി പോലെ പിടിച്ച് തിന്ന് കൊല്ലാനുള്ളതല്ല. ജന്തുക്കൾ ഭൂമിയുടെ ഭാഗമാണ്. മനുഷ്യനുള്ള അവകാശം തന്നെ ജന്തുക്കൾക്കും ഭൂമിയുണ്ട്. മനുഷ്യനും ഒരു ജന്തുവാണ്. ബുദ്ധി ഉണ്ടായതുകൊണ്ട് മാത്രവും കർമ്മശേഷി ഉണ്ടായതുകൊണ്ട് മാത്രവും പടുകരണങ്ങളായ ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രവും അവകാശം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എന്തായി? ചൂഷണം, പ്രകൃതിയെ ചൂഷണം ചെയ്യുക, പ്രകൃതിയെ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി നശിപ്പിക്കുക എന്ന ഒരു സംസ്കാരത്തിന് അത് രൂപം കൊടുത്തു. അതാണ് വളർന്ന് വികസിച്ച് 3000 വർഷത്തിന് ശേഷം 4000 വർഷത്തിന് ശേഷം എന്തായി മാറിയത്? വ്യവസായ വിപ്ലവത്തിലൂടെ അത് പിന്നീട് ഗ്ലോബലൈസേഷനും കൺസ്യൂമറിസവുമായിട്ട് മാറിയത് യഹോവയുടെ ഈ വാക്കുകളാണ്. ഇവയ്ക്കൊന്നും സ്വന്തമായ അസ്തിത്വമുള്ളവയല്ല, ഇവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടിയല്ല അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യർക്ക് വേണ്ടി ഭൂചര ജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഭൂചരമായ ഇഴജീവികളെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ളതാണ്, അവർക്ക് കൊടുത്ത സമ്മാനമാണ്, അവർക്ക് കൊടുത്ത പാരിതോഷികമാണ്. അത് തിന്ന് പെരുകുക. മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്നത്, നിങ്ങൾ ശരിക്കും മാനുഷികമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഒരു നേരമേ ആഹാരം കഴിക്കാവുന്ന ഒറ്റ പ്രാവശ്യം. ആഹാരമോ അത് ചെടികളായാലും ജീവികളായാലും അത് മനുഷ്യന് തിന്നു തീർക്കാനുള്ളതല്ല. നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ജീവൻ നിലനിൽക്കേണ്ടതുകൊണ്ടും മനുഷ്യന് സ്വന്തമായ ഭക്ഷണം നിർമ്മിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ടും അത് മനുഷ്യൻ്റെ വലിയൊരു അപര്യാപ്തതയായതുകൊണ്ടും ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കഴിച്ച് മരിക്കുന്നവരെ നിൻ്റെ ശരീരത്തെ നിലനിർത്തുക. അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിക്കാനാണ് അനുവാദം. ഇത് രണ്ട് സംസ്കാരങ്ങളുടെ ഒരിക്കലും യോജിക്കുകയില്ലാത്ത സമാന്തരമായ പ്രയാണമാണ്. ഇതിൽ നിന്നാണ് പിന്നീട് വരുന്ന വയലൻസ് അഗൻസ്റ്റ് വിമൻ, വയലൻസ് അഗൻസ്റ്റ് നേച്ചർ, വയലൻസ് അഗൻസ്റ്റ് നോളജ് ഒക്കെ വരുന്നത്. നമ്മുടെ ഈ പരിസ്ഥിതി ശാസ്ത്രത്തിലേക്കൊക്കെ വരുമ്പോൾ ഇത് വളരെ പ്രധാനമായി പരിസ്ഥിതി ശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബൈബിളിലെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നില്ല. ഈ വർദ്ധിച്ചു വരുന്ന സ്ത്രീകളോടുള്ള സ്ത്രീ ഹിംസ, പ്രകൃതി ഹിംസ,
ഇത്തരം വയലൻസുകൾക്കെല്ലാം കാരണമാകാനുള്ള ആദിമ ബീജം യഹോവയുടെ ഈ പാരിതോഷികത്തിൽ, യഹോവയുടെ ഈ സമ്മാനത്തിലും ഈ സമാനമായ വാക്കുകളിലും അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനാൽ ഈ പ്രളയവർണ്ണനകൾ തമ്മിൽ ഒരു സാദൃശ്യവുമില്ല. ഇത് പ്രളയം സ്വാഭാവികമായ പരിണതിയാണ്, സ്വാഭാവികമായ അന്ത്യമാണ്. ഈശ്വരന് കോപം വന്നിട്ട് ഭൂമിയെ നശിപ്പിച്ച് കളയല്ല, ജന്തുക്കളെ നശിപ്പിച്ച് കളയല്ല, സസ്യങ്ങളെ നശിപ്പിച്ച് കളയല്ല. ഈശ്വരനൊരു കോപവും വരുന്നില്ല. ഈശ്വരന് കോപം വരുന്നതായി കഥകളിൽ പറയും, അത് പറയാം. അത് കഥ മനുഷ്യജീവിതത്തിൻ്റെ ആവിഷ്കാരം എന്ന നിലയിൽ അതിന് സാർവകാലികമായ പ്രസക്തി വേണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് രചന നടത്തുമ്പോൾ ഈശ്വരൻ അവതരിപ്പിച്ചെന്നാൽ ഈശ്വരന് മനുഷ്യൻ്റേതായ സ്വഭാവങ്ങളുടെ ആരോപങ്ങൾ നടത്തും കവികൾ, സൃഷ്ടാക്കൾ, രചയിതാക്കൾ, അത് പറയും. അതിനാൽ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തോണിയും വെള്ളപ്പൊക്കവും അല്ലാതെ ഇവ തമ്മിൽ ഒരു തരത്തിലുമുള്ള സാദൃശ്യങ്ങളില്ല. സാംസ്കാരികമായി, ഭാവപരമായി, സത്താപരമായി, ഓണ്ടോളജിക്കലായി ഒരു തരത്തിലുള്ള സാദൃശ്യവും ഈ പ്രവർത്തനങ്ങൾക്കില്ല. വെള്ളം പൊങ്ങിയാൽ മനുഷ്യൻ എന്ത് ചെയ്യും? ഉടനെ വഞ്ചി ഉണ്ടാക്കി വഞ്ചിയുടെ അകത്ത് കയറി വെള്ളം പൊങ്ങാത്ത സ്ഥലങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മരത്തടി കെട്ടിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് മുള കെട്ടിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് രക്ഷ നേടാൻ ശ്രമിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വാഴകൾ വെട്ടിയിട്ട് അതിൻ്റെ പെണ്ടികൾ കൂട്ടിക്കെട്ടി അതിൻ്റെ പുറത്ത് കയറിയിരിക്കും. ഇതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായ അതിജീവന ശ്രമങ്ങളുടെ പ്രകൃതി സഹജമായ ഭാവങ്ങളാണ്. അതെവിടെയും എല്ലാവർക്കും ഒരുപോലെ തോന്നാവുന്നതുമാണ്. ഇപ്പോൾ ബൈബിളിൽ നിന്ന് ഇത് വ്യാസന് പകർത്തിയെടുക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സ്വീകാര തിരസ്കാരങ്ങൾ അന്ന് നടന്നിരുന്നു എന്ന് വിചാരിക്കേണ്ട ആവശ്യവുമില്ല. ഇവിടെ നിന്ന് ബൈബിൾകാരന്മാർക്ക് ഇത് കിട്ടി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സ്വീകാര തിരസ്കാരങ്ങളോ കൊള്ളക്കൊടുക്കുകളോ ഒന്നും ഇതിൽ നടന്നതായി സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സാംസ്കാരികമായ വ്യത്യാസം വളരെ പ്രധാനവുമാണ്. അങ്ങനെ ഈ രണ്ട് പ്രസിദ്ധമായ പ്രളയവർണ്ണനകൾക്കും തമ്മിൽ ഇങ്ങനെ ഒരു പ്രമുഖമായ വ്യത്യാസമുണ്ട്. അത് സാംസ്കാരികമായ വ്യത്യാസമാണ്. അപ്പോൾ സംഭവങ്ങളുടെ സാദൃശ്യമല്ല യഥാർത്ഥമായ സാദൃശ്യം. പിന്നെ എന്താണ്? കോപ്പി അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് ഒരു ഗ്രന്ഥകാരൻ മറ്റൊരു ഗ്രന്ഥകാരനെ കോപ്പി അടിച്ചിട്ടുണ്ടോ, ആശയചോരണമുണ്ടോ, പ്ലേജിയറിസം ഉണ്ടോ എന്ന് നോക്കുന്നത് അതിൻ്റെ ദാർശനികമായ സാദൃശ്യത്തെ ആസ്പദമാക്കിയാണ്. ഒന്നാമത്. രണ്ടാമത്തേത് കൃതികളിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ അനുകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. മൂന്നാമത് സംഭാഷണങ്ങളുടെ ഭംഗിയെ, കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ ഭംഗിയെയും അതിൻ്റെ യുക്തിയെയും അനുകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ്. ചില വൃത്തങ്ങളുടെ സാദൃശ്യം കൊണ്ട്, കവിത എഴുതപ്പെട്ടിരിക്കുന്ന വൃത്തങ്ങളുടെ സാദൃശ്യം കൊണ്ട് നമുക്കങ്ങനെ തോന്നാം. ചെല്ലുമ്പോൾ ഒരേ താളത്തിലും ഒരേ ഈണത്തിലും ഇരിക്കുന്നതുകൊണ്ട് ഇത് മറ്റേതിൻ്റെ കോപ്പിയാണല്ലോ, പകർപ്പാണല്ലോ എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ വൃത്തത്തിൻ്റെ സാദൃശ്യം കൊണ്ട് പ്ലേജിയറിസം നടന്നിട്ടുണ്ട്, ആശയചോരണം നടന്നിട്ടുണ്ട്, കലാപരമായ ചൂഷണം നടന്നിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാൻ ഒരു സാധ്യതയുമില്ല. ഈ മൂന്ന് കാരണങ്ങളാണ് ഒരു കൃതിയെ അനുകരിച്ചാണോ മറ്റൊരു കൃതിയിലെ സദൃശമായ ഭാഗം രചിച്ചിരിക്കുന്നത് എന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇവ തമ്മിൽ ദാർശനികമായ ഒരു സാദൃശ്യവുമില്ല, സാംസ്കാരികമായ ഒരു സാജാത്യവുമില്ല. രണ്ടും രണ്ട് സംസ്കാരങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ വികാസമാണ് ഇന്ന് നാം ലോകത്തിൽ കാണുന്ന ഈ ചൂഷണം മുഴുവൻ. ചൂഷണത്തിൻ്റെ സിദ്ധാന്തം അതിൻ്റെ ബീജരൂപത്തിൽ അവിടെ അറിയാതെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് എഴുതിയ അവിടുത്തെ മഹർഷിമാർ ഇത് അറിഞ്ഞിരിക്കണമെന്നില്ല ഒരു പക്ഷേ എങ്കിലും പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ളതാണ്. പ്രകൃതിയെയും പ്രകൃതി വസ്തുക്കളെയും മനുഷ്യനൊഴിച്ചുള്ള ജന്തുക്കളെയും മനുഷ്യന് ചൂഷണം ചെയ്യാനുള്ളതാണ് എന്ന ഒരു പരോക്ഷമായ അനുശാസനം അതിൻ്റെ പിന്നിലുണ്ട്. അത് വളരെ ക്രൂരമായ ഒരു അനുശാസനമാണ്, അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും. അതിൻ്റെ സ്വാഭാവികമായ വളർച്ചയും വികാസവും പരിണതിയുമാണ് ഇന്ന് യൂറോപ്പ് നേരിടുന്നതും ഇനി
ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും നേരിടാൻ പോകുന്നതുമായ വലിയ പ്രശ്നം. ഇവിടെ എന്താണ് ഉപദേശിച്ചത് പ്രപഞ്ചത്തെ സംബന്ധിച്ച്, ജീവികളെ സംബന്ധിച്ച്? യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. ഒരു ദർശനം രൂപപ്പെട്ടു വന്നപ്പോൾ തന്നെ ഇതങ്ങ് പറഞ്ഞു കളഞ്ഞു. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. ഈ കാണായ ഭൂതജാലങ്ങളെല്ലാം ആത്മന്യേവാനുപശ്യതി, സ്വന്തം ആത്മാവിൽ കാണാനുള്ളതാണ്, സ്വന്തം ആത്മാംശം കലർന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. സർവഭൂതങ്ങളും എന്തു തന്നെയാണ്? തൻ്റെ ആത്മാംശം തന്നെയാണ്. ആ ഭൂതത്തിലെ ചൈതന്യം, ഭൂതത്തെ ഭൂതമാക്കുന്നത് എന്താണ്? ചൈതന്യമാണ്. ആ ചൈതന്യം, നിൻ്റെ ആത്മാവിലെ ചൈതന്യം തന്നെയാണ് സർവ ജീവികളിലും സ്ഥിതി ചെയ്യുന്നത്. ഇതപ്പോൾ പറഞ്ഞു, ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദിമമായ പ്രഭാതത്തിൽ തന്നെ പറഞ്ഞു കളഞ്ഞ ഋഷി. ഏത് ഋഷിയാണ്? ഈശാവാസ്യോപനിഷത്തിലെ ഋഷി. ഈശാവാസ്യോപനിഷത്തിലെ മന്ത്രമാണിത്. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം. ഈ സർവ്വജീവജാലങ്ങളിലും നിൻ്റെ ആത്മാവിനെയും കാണണം. തതോ ന വിജുഗുപ്സതി. അങ്ങനെ കാണുന്നവൻ ഒന്നിനെയും ജുഗുപ്സിക്കുകയില്ല, നിന്ദിക്കുകയില്ല, കൊല്ലുകയില്ല, ഹിംസിക്കുകയില്ല, അന്യവസ്തുവാണ് എന്ന് കരുതുകയില്ല. ഒരു മഹാമന്ത്രമാണ്. ഇതിൽ ഭാരതത്തിൻ്റെ ആത്മാവ് മുഴുവനും തുടിച്ചു നിൽക്കുന്നു. ഇത് ആ കാലത്തോ ഈ കാലത്തോ ലോകത്തിലെവിടെയും പറഞ്ഞിട്ടില്ല എന്നതാണ് അതിലെ അത്ഭുതകരമായ സംഗതി. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈശാവാസ്യം ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ ഉപനിഷത്താണ്. ആ പ്രാചീനമായ ഉപനിഷത്തിലെ ഈ ഈശാവാസ്യമിതം സർവം എന്ന് തുടങ്ങുന്ന മന്ത്രം കഴിഞ്ഞ് ഇങ്ങോട്ട് 6-7 മന്ത്രങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന മന്ത്രമാണിത്. യസ്തു സർവാണി ഭൂതാനി. ഏതെല്ലാം തരത്തിലുള്ള ഭൂതങ്ങളുണ്ടോ ലോകത്തിൽ അവയൊക്കെയും ആത്മന്യേവാനുപശ്യതി. നിങ്ങളുടെ ആത്മാവിനെ പോലെ തന്നെ കാണണം, നിങ്ങളെപ്പോലെ തന്നെ കാണണം. രണ്ടർത്ഥമുണ്ട് അവിടെ. ആത്മാവെന്നും സ്വയമെന്നും അർത്ഥമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ കാണണം. സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും ചാത്മാനം, നിങ്ങളുടെ ആത്മാവിനെയും കാണണം. എന്നുവെച്ചാൽ ഒരു താതാത്മ്യമാണ്. ഈ പുല്ല് മുതൽ ആൽമരം വരെയും, സാധാരണ തിമി മുതൽ തിമിംഗലം വരെയും, വെറും അമീബ മുതൽ ആന വരെയുമുള്ള സർവ്വഭൂതജാലങ്ങളിലും നിൻ്റെ ആത്മാവിനെ കാണണം. ഈ ഭൂതജാലങ്ങളിലെല്ലാം നിൻ്റെ ആത്മാവിരിക്കുന്നു. ആ ഭൂതജാലങ്ങളുടെ എല്ലാം ചൈതന്യം നിന്നിലുമിരിക്കുന്നു. തതോ, അതിനാൽ, അതുകൊണ്ട് നവിജുഗുപ്സതേ, ഒന്നിനെയും നിന്ദിക്കുകയോ ഒന്നിനെയും അന്യമാണെന്ന് കരുതുകയോ ഒന്നിനെയും ഹിംസിക്കുകയോ ചെയ്യാൻ പാടില്ല. ഈ പ്രകൃതി ധ്വംസനത്തിൻ്റെ ബീജം പാശ്ചാത്യ ദർശനത്തിൽ പ്രത്യേകിച്ചും ഈ യഹോവയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് മാഷ് പറഞ്ഞു. പക്ഷേ ഈ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും പരിസ്ഥിതിവാദവും കൂടുതൽ പ്രചാരവും പ്രാമാണ്യവും ഒക്കെ ഉള്ളത് ഇന്ന് പാശ്ചാത്യ ലോകത്തല്ലേ? അതെ, അവിടെയാണ് അതിൻ്റെ ആവശ്യം ഏറ്റവും കൂടുതൽ വന്നത്. അതിനെതിരെ ചിന്തിക്കാൻ തുടങ്ങി. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലേ? ഇവിടെ എന്നും ഈ പ്രകൃതി വസ്തുക്കളെ, സസ്യങ്ങളെ, ജന്തുക്കളെ ഒക്കെ ഈശ്വര സമാനമായി കരുതി പരിപാലിച്ചു പോരുകയായിരുന്നു. നിവൃത്തിയില്ലാതെ വരുമ്പോൾ അതിൽ നിന്ന് ഒന്നിനെ പിടിച്ച് തിന്നുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അവയെ ഉപയോഗിച്ച് തീർക്കുക എന്നത് ഒരിക്കലും ഭാരതീയൻ്റെ പ്രശ്നമായിരുന്നില്ല. അങ്ങനെ ഭാരതീയന് അത്തരമൊരു പ്രശ്നം ഉണ്ടായതപ്പോഴാണ് പാശ്ചാത്യരുടെ ആഗമനത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ എല്ലാ വീട്ടിലും സർപ്പക്കാവുകളും. സർപ്പക്കാവെന്ന് പറയുമ്പോഴെന്താണ്? പാമ്പ് മുതലുള്ള ജീവികൾക്കൊക്കെ ജീവിക്കാനുള്ള മാർഗമാണ്, ജീവിക്കാനുള്ള താവളമാണ്, സങ്കേതമാണ്. സർവ്വജീവികളുടെയും സങ്കേതമാണ്. വലിയ കാട്, ഒരു പറമ്പിൽ വലിയ 3-4 കാടുകളുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഭാരതീയൻ
സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ കുളങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പഠിക്കുന്നതും അവനെ പഠിപ്പിക്കുന്നതും പാശ്ചാത്യനല്ലേ? അവർക്കതവിടെ പ്രശ്നമായപ്പോൾ അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർക്ക് ആവശ്യമായി വന്നപ്പോൾ അവരത് പഠിപ്പിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പറയുന്നതെല്ലാം അനുകരിച്ച് ഇവിടെ കൊണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ബുദ്ധിജീവികളുടെയും മറ്റ് പ്രബുദ്ധരാണ് എന്ന് ഭാവിക്കുന്ന ആളുകളുടെയും രീതി. അല്ലാതെ അത് അവർ കണ്ടുപിടിച്ച് പഠിപ്പിച്ചു എന്നല്ല, അവരറിഞ്ഞത് അടുത്ത കാലത്താണെന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതിയുടെ നാശം, ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും നാശം, പ്രകൃതിയിൽ തനിയെ രൂപപ്പെട്ടു വന്ന പ്രകൃതി ഘടനയുടെ നാശം മനുഷ്യനെ ഉന്മൂല വിനാശത്തിലേക്ക് നയിക്കും എന്ന ശാസ്ത്രീയമായ കണ്ടെത്തൽ അവർക്കുണ്ടായപ്പോഴാണ് അവരതിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ എഴുതുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെയും അത് ഒന്നും അത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ ഉയർന്നു വരുന്ന സംശയം, ഭാരതം അല്ലെങ്കിൽ ഭാരതീയത പാശ്ചാത്യ ലോകത്തെ സ്വാധീനിക്കുന്നു പരിസ്ഥിതിയുടെ കാര്യത്തിൽ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതോ പാശ്ചാത്യ ലോകം ഭാരതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരിതിങ്ങോട്ടിപ്പോൾ എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെറുകഥാപ്രസ്ഥാനം അറബികൾ ഇവിടെ നിന്ന് ചെറുകഥകൾ കൊണ്ടുപോയി അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ട് അത് അറബി ഭാഷയിൽ നിന്ന് ഫ്രഞ്ച് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ട് ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് പിന്നെ ഇംഗ്ലീഷിലേക്കും യൂറോപ്പിൽ മുഴുവനും പരക്കുക ആണ് ഉണ്ടായത് ചെറുകഥയുടെ കാര്യത്തിൽ. അത് വിശേഷിച്ചും സോമദേവ ഭട്ടൻ്റെ കഥാസരിത് സാഗരത്തിലെ കഥകളാണ് അങ്ങനെ പോയത്.